കോഴിക്കോട്ടേക്ക് പോവാണ്. കോഴിക്കോട് കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന പരാതി വരുന്നു. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിക്ഷേപകർക്ക് അമിത പലിശ നൽകുമെന്ന് വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. സംസ്ഥാനത്ത് നിന്നും 460 കോടി രൂപ ഡെപ്പോസിറ്റായി പലരിൽ നിന്നും സ്ഥാപനം സ്വീകരിച്ചുവെന്നും ആരോപണം ഉയരുന്നു. തട്ടിപ്പിനിരയായവർ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി വൈകിപ്പിക്കുന്നതായും നിക്ഷേപകർ പറയുകയാണ്. 2016 മുതലാണ് വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകരിൽ നിന്നും ഡെപ്പോസിറ്റ് തുകകൾ സ്വീകരിച്ചു തുടങ്ങിയത്. ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഫാമുകൾ ലീസിനെടുത്ത് കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കി നിക്ഷേപകർക്ക് ലാഭവിഹിതം കൊടുക്കുമെന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. ഇതിനായി വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി എന്ന പേരിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പണം സമാഹരിച്ചത്. പിന്നീട് പല നിക്ഷേപകർക്കും പലിശ മുടങ്ങി. കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങൾ പിൻവലിക്കാനെത്തിയപ്പോഴാണ് സ്ഥാപനം അടച്ചിട്ടതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇവർ നമ്മളുടെ അടുത്ത് വന്ന് സമീപിക്കുന്നത് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് അംഗീകാരമുള്ള സ്ഥാപനമാണെന്ന് പറഞ്ഞിട്ടാണ് കേരളം മൊത്തം ഇവർ ഡെപ്പോസിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറച്ച് കാലമായിട്ട് അധികം ഓഫീസുകളെടുത്ത് പൂട്ടിയിട്ടാണ് കാണുന്നത്. തന്നെ ഇവർക്കെതിരെ തൃശ്ശൂർ കുന്നംകുളം ഭാഗത്തു നിന്നുള്ള കസ്റ്റമേഴ്സ് സെൻട്രൽ രജിസ്ട്രാറിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓംബുഡ്സ്മാൻ വഴി. എന്നിട്ട് പോലും ഇതിൻ്റെ ഈ ബാങ്കിൻ്റെ ആൾക്കാർ നമുക്ക് പൈസ തരാൻ തയ്യാറില്ല. സ്ഥാപനം കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഫോട്ടോ ഉപയോഗപ്പെടുത്തി പരസ്യം നൽകിയതും നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. പലിശ മുടങ്ങിയതിനെ തുടർന്ന് വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോഴിക്കോട് ബ്രാഞ്ച് മാനേജർ മധുസൂദനുമായി ബന്ധപ്പെട്ടപ്പോൾ സൊസൈറ്റിയിൽ ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളതായി അറിയിച്ചു. ശേഷം നിക്ഷേപകർക്ക് പണം ഉടൻ തിരിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ 6 മാസമായിട്ടും പണം ലഭിക്കാതായതോടെയാണ് നിക്ഷേപകർ കസബ പോലീസിൽ പരാതി നൽകിയത്. അന്വേഷണം നടത്തിയെങ്കിലും സ്ഥാപനോടമയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം. കോഴിക്കോട് കസബ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഏപ്രിൽ മുതൽ പരാതി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഓരോ ആൾക്കാരായിട്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കംപ്ലൈൻറ്റുമായി പോകുന്ന നമ്മളെ നിങ്ങൾ എന്തിനാണ് അതിലിടാന്നത്, നിങ്ങൾക്ക് വിവരമില്ലേ, അങ്ങനെയുള്ള ഒരു നമ്മളെ മാനസികമായി ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ പ്രതികൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. കോഴിക്കോടുള്ള ചില നിക്ഷേപകർ ഓംബുഡ്സ്മാന് പരാതി നൽകി. 15 ദിവസത്തിനുള്ളിൽ നിക്ഷേപം പലിശ സഹിതം തിരിച്ചു നൽകാൻ നിർദ്ദേശം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനുശേഷവും പണം ലഭിക്കാത്തതിനാൽ സെൻട്രൽ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടെങ്കിലും അവിടെ നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചില്ല. ഇതിന് പിന്നാലെ ഇരയായ 100ഓളം പേർ ചേർന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ ശക്തി പ്രകാശ്, ചെയർമാൻ സജീഷ് മഞ്ചേരി, വൈസ് ചെയർമാൻ രജിഷ് കെം എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. തൃശൂരിലും സമാനമായ കേസിൽ ചെയർമാനായ സജീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.